ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ നാട്ടിലുള്ള സമയത്തുള്ള സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പുഴക്കാട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രകൃതി രമണീയമായ ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീടാണ് അവിടെ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എനിക്ക് പോകുമ്പോൾ ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. അവിടെ പോയി അവിടെ കുളമുണ്ട്, ഒരുപാടിങ്ങനെ എന്താ പറയുക, തൊടി എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലം ഉള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയതൊരു വൈകുന്നേരം സമയം ആയതുകൊണ്ട് അവിടെ ചെന്നപ്പോഴേക്ക് ഇരുട്ടായപ്പോൾ പിന്നെ പോകണ്ടെന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തി. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സേഫ്റ്റി കരുതി നമ്മൾ പോകണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പോകുന്ന വഴിയിലുള്ള കുറച്ച് പ്രകൃതി രമണീയത റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് വെള്ളച്ചാട്ടം, കുളം, പാടം, അങ്ങനെ അമ്പലം, കാവ്, അങ്ങനത്തെ എന്താ പറയുക, ഭയങ്കര ഗ്രാമപ്രദേശമാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങളവിടെ എത്തി നേരെ ഡ്യൂട്ടികളിലേക്ക് കടന്നു. ഓരോരുത്തരായിട്ട് ഓരോന്ന് തിന്നാൻ തുടങ്ങി. അപ്പോൾ വസ്കുട്ടി ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊടിയിലുണ്ടായ അത് പറയാം, തൊടിയിലുണ്ടായ കപ്പ, തൊടിയിലുണ്ടായ തേങ്ങ, തൊടിയിലുണ്ടായ കറിവേപ്പില, തൊടിയിലുണ്ടായ എണ്ണ. തൊടിയിലെ എണ്ണ ഉണ്ടായത്, തേങ്ങാട്ടി ഖനനം ചെയ്തു. ബോംബ് പ്ലാസ്റ്റിക്. ഇതാണ് നമ്മളുടെ വീട്ടുകാരി. ഇതാണ് വീട്ടുകാരിയുടെ മകൻ. ഇതാണ് അമ്പായി. അവൾക്ക് കൈ കൊടുത്താൽ അവൾ കഴിക്കും. അപ്പോൾ പുറത്ത് പ്രകൃതി രമണീയത കാണിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനമായപ്പോൾ വീട്ടിലുള്ള കാഴ്ചകൾ മാക്സിമം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വീടിൻ്റെ പിന്നപ്പുറം ഞാനും ശീക്കുട്ടിയും കുറച്ച് നേരം കിളികളെയൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് എൻജോയ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ഒന്നും അങ്ങനെ വ്ളോഗിൽ വരാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ക്യാമറ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് വലിച്ച് നിർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതാണ് നമ്മുടെ വല്യമ്മ, നമ്മുടെ നാടൻ വല്യമ്മ ഉണ്ടാക്കിയ നാടൻ പൊക്കവട. ഈ പൊക്കവടയിൽ നാടൻ കടലമാവ്, നാടൻ വെളിച്ചെണ്ണ, നാടൻ വല്യമ്മ. ഇതിപ്പോൾ രാധിക ചേച്ചിയുടെ വീടിൻ്റെ ചുറ്റോറമാണ്. അവിടെ ഈ വീടിൻ്റെ ശബ്ദം ഞാൻ ആംബിയൻസ് ഇട്ടുള്ളതല്ല, അവിടെ ശരിക്കും ഉള്ള ശബ്ദമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ശബ്ദമായിരിക്കും വൈകുന്നേര സമയത്തൊക്കെ അവിടെ കേൾക്കാൻ പറ്റുക. അപ്പം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ നിരന്നിരുന്ന് കപ്പ തീറ്റ, കട്ടൻ ചായ കുടി എന്നുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. പിന്നെ കുറേ നേരം അത് തന്നെയായിരുന്നു. പിന്നെ അവിടെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും പേരല്ലേ, അപ്പം ഓരോരോ ഗ്രൂപ്പായിട്ട് അവിടെ ഇവിടെ ഇരുന്ന് സംസാരമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗെയിംസ് തുടങ്ങി. ആസ് യൂഷ്വൽ ഡംഷറാസ് അങ്ങനെ ഗെയിംസ് തുടങ്ങി നമ്മൾ. പിന്നെ എനിക്ക് ആ ഡേ ഒരുപാട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇങ്ങനെ തിരക്കായിരുന്നു ഫുള്ള്. ഈ ചായക്കുടി, ഭക്ഷണം കഴിപ്പ്, പിന്നെ ഈ ഗെയിംസ്, അങ്ങനെ തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ച് കോട്ടയ്ക്കിലേക്ക് വന്നിട്ട് കുട്ടികളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡേയ്സും പോയി. ഞങ്ങൾ ഒരുപാട് പുറത്തൊന്നും പോയിട്ടൊന്നുമില്ല, അങ്ങനെ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ പുഴക്കാറ്ററിയിൽ പോയ അന്നത്തെ ഡേ ഇങ്ങനെ അങ്ങ് അവസാനിച്ചു. നല്ല രസമായിരുന്നു. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഉത്സവകാലത്തൊക്കെ എല്ലാവരും കൂടെ ചേച്ചിയും രഞ്ജിനി ചേച്ചിയുടെ സിസ്റ്ററുണ്ട്, ബ്രദറുണ്ട് വൈശാഖ്, അവരെല്ലാവരും കൂടെ നാട്ടിൽ വരും. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വിരിച്ച് കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് ഫാമിലിയായി, മക്കളായി. അപ്പോൾ എപ്പോഴെങ്കിലും വർഷത്തിൽ 1-2 പ്രാവശ്യം ഇങ്ങനെ കണ്ടാലായി, മീറ്റ് ചെയ്താലായി ആയി. ഉള്ള സമയം നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് എന്തെങ്കിലും ഗെയിംസൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. She's trying to know what to do. Wow, the phone, I love it. I'm going to talk for her. Oh, the phone. Uh-oh. No. Oh, you're shouting at me. I don't like to be shouted at. അപ്പോൾ ഇവിടുന്ന് കോട്ടയ്ക്ക് നിന്ന് പോയ 3 ഗേൾസിനെയും 2 ബോയ്സിനെയും ഒരേപോലെ ഒരുക്കി കൊണ്ടുപോയത് ഞാനാണ്.
എന്ന് വെച്ചാൽ ഞാനാണ് ആ ഉടുപ്പ് വാങ്ങിച്ചത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുട്ടികൾ ഒരേപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഗെയിംസിൻ്റെ സീൻസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ദിവസം അങ്ങനെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഗെയിംസൊക്കെ കളിച്ച് വളരെ ലേറ്റായിട്ടാണ് കേട്ടോ പിരിഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞങ്ങൾ തിരിച്ച് പോകുന്ന ദിവസത്തെയാണ്. ബാക്കിയുള്ള ഡേയ്സൊക്കെ വളരെ നോർമലായിട്ട് അങ്ങോട്ട് പോയി. പ്രത്യേകമായിട്ടൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ വളരെ മഴ പീക്കായിട്ട് മറ്റേ വയനാടൊക്കെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത്. ട്രിവാൻഡ്രത്തോട്ട് ബൈ റോഡാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അതുകൂടെ പറയട്ടെ, നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാവിധ പ്രശ്നങ്ങളും മാറിയിട്ട് ആളുകളൊക്കെ രക്ഷപ്പെട്ട് തിരിച്ചു വരട്ടെ. വയനാട് ബാക്ക് ടു നോർമൽ ആവട്ടെ. വേറൊരു സ്ഥലത്തും ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഞങ്ങൾ കുറച്ച് തൃശ്ശൂർ വരെ ഞങ്ങൾ കുറച്ച് പാടുപെട്ടു. കുറച്ച് നാട്ടുവഴികളാണല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് എന്ന് വെച്ചാൽ മെയിൻ റോഡ് ബ്ലോക്കായിരുന്നു വെള്ളം കയറിയിട്ട്. അപ്പോൾ അത് കാരണം നാട്ടുവഴികളിലൂടെയാണ് ഞങ്ങൾ ഇതുപോലെ 2 സൈഡും വെള്ളം കയറിയ സ്ഥലത്തു കൂടെയാണ് മുക്കാൽ ഭാഗവും പോയത്. ചില സ്ഥലത്ത് വെള്ളത്തിൽ കൂടെയാണ് പോയത്, വെള്ളപ്പൊക്കത്തിൽ കൂടെയാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് പോയത്. പക്ഷേ ആഫ്റ്റർ തൃശ്ശൂർ പിന്നെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് എത്തി തുടങ്ങിയപ്പോഴേക്കും എന്താ വെച്ചാൽ ആ സൈഡിലേക്ക് എത്തി തുടങ്ങിയപ്പോഴേക്കും പിന്നെ മഴയൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്ത് എത്തി. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കുറച്ചും കൂടെ വിശേഷങ്ങളും കുറച്ചും കൂടെ നല്ല നല്ല കാഴ്ചകളും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മഴയുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി എല്ലാം ബാക്ക് ടു നോർമൽ ആവട്ടെ. എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക ഈ സമയത്ത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വ്ളോഗ്.